ബി.ജെ.പി. സ്ഥാനാർത്ഥി കൂടി എത്തിയതോടെ എറണാകുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറെക്കുറെ സജീവമായി. LDF, UDF മുന്നണികൾക്കൊപ്പം NDA സ്ഥാനാർത്ഥി കൂടി പ്രചരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുന്നു. വോട്ടെടുപ്പിന് ഇനിയും ഒരു മാസം കൂടി ബാക്കി നിൽക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണ പരിപാടികൾ മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു. പ്രധാന കേന്ദ്രങ്ങളിലെ പര്യടനവും കൺവെൻഷനുകളുമായി തിരക്കിലാണ് ഹൈബി. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച LDF നിയോജക മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി. കുടുംബയോഗങ്ങളും റോഡ് ഷോകളും തുടരുകയാണ്. UDFിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളതിന് കുറേ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സ്ത്രീകളുടെ ഒരു പിന്തുണയാണ്. ഇടതുപക്ഷത്തിന് മേൽക്കൈ ലഭിക്കും. ജനങ്ങൾ ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി സ്വീകരിക്കും. ഉഷാറായി പോണു, സന്തോഷമായിട്ട് പോണു. പ്രധാന കേന്ദ്രങ്ങളിലെത്തി വോട്ട് ചോദിച്ചുള്ള ഹൈബി ഈഡന്റെ പര്യടനം തുടരുകയാണ്. സമാന്തരമായി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സജ്ജീകരിച്ച് സ്ഥാനാർത്ഥിക്കുള്ള കാത്തിരിപ്പിലായിരുന്നു BJP ക്യാമ്പ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ പ്രചാരണം ആരംഭിച്ചതോടെ BJP പ്രവർത്തകരും സജീവമായി. 6 പതിറ്റാണ്ട് UDFും LDFും മാറി ഈ നഗരം ഭരിച്ചിട്ട് MLA ആയിട്ട് MP ആയിട്ടും ഭരിച്ചിട്ടും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അവരെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? 2020 സ്ഥാനാർത്ഥി ആന്റണി ജൂഡിയും പ്രചാരണ രംഗത്തുണ്ട്. മെട്രോ നഗരമായ കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുന്നതേയുള്ളൂ. വോട്ടെടുപ്പിന് ഇനിയും ഒരു മാസം ബാക്കി നിൽക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പ്രചാരണം മന്ദഗതിയിലാക്കിയതാണ്. ഏപ്രിൽ ആദ്യവാരത്തോടെയാകും എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാവുക. അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.